എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉള്ളി ചമ്മന്തിയുടെ ഒരു റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്ലേക്സ് ആയിട്ട് വാങ്ങിച്ചിട്ടില്ല. വറ്റൽമുളക് എടുത്തിട്ട് അത് ഇതുപോലെ മുറിച്ചിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് ഫ്ലേക്സിൻ്റെ രൂപത്തിൽ എങ്ങനെ കിട്ടുന്നോ അതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് പൾസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി ഇതേ ജാറിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ ചെറിയുള്ളി നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. ഒരുപാട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണ്ട. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഈ വെളുത്തുള്ളിയുടെ കളറ് മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഈ തരിതരിപ്പോട് കൂടി അരച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ ഒരു ചമ്മന്തിയുടെ പ്രത്യേകത തന്നെ ഇങ്ങനെ ഈ ഇളക്കിയെടുക്കുന്നതാണ്. ഇതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിനുശേഷം കുറച്ച് കളറ് മാറിയിട്ട് അവസാനം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂക്കി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിപ്രായം അറിയിക്കുക. ഈ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.